ആഹാ ഇതായി ഷെഫാ ലേഖമ്പിന്ന് അടിപൊളി കോസ്റ്റ്യൂമിലാന്നല്ല. പലഹാരം കൂടുതലും വിറകടുപ്പിലാന്ന് ഉണ്ടാക്കല്. അപ്പം അടുപ്പിന്റെ ചൂടധികം ഏക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അമ്മ മേലപ്പം ഉണ്ടുകൊടുക്കുന്ന പതിവുണ്ട്. പക്ഷെ ഇന്നൊരു വെറൈറ്റി ആയിട്ടുണ്ട്. കുറച്ചധികം ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ട്. രാവിലെ തന്നെ ഞാൻ അമ്മേനെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. പക്ഷെ അമ്മ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ചുട്ടോളാന്ന്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലാണ് കേട്ടാ ഉണ്ണിയപ്പം ഉണ്ടാക്കാറ്. വേറെ ഒരു ഉരുളിയും കൂടി വെച്ച് കഴിഞ്ഞാൽ പണി പെട്ടെന്ന് തീരും. എണ്ണ ചെലവ് കൂടുതലാണ്. അമ്മേന്റെ ഈ ഒരു കോസ്റ്റ്യൂം കണ്ടിട്ട് എനിക്ക് മലങ്കുറവാന്നുള്ള സ്റ്റെപ്പാന്ന് ഓർമ്മ വന്നത്. അമ്മ ഉണ്ണിയപ്പം ചൂടാൻ വിട്ടില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് ചപ്പാത്തി ചൂടാനുള്ള പരിപാടി നോക്കി. രാവിലെ ഇന്ന് വല്ലതും ഉണ്ടാക്കണ്ടേ, അങ്ങനെ ചപ്പാത്തിയും ഉള്ളി റോസ്റ്റും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചപ്പാത്തിമാർക്ക് ഇതുപോലെ എടുത്തടിച്ച് മയപ്പെടുത്താനുള്ള വിദ്യ എനിക്ക് പറഞ്ഞത് വസന്തമ്മയാണ് കേട്ടാ. എടാട്ടെന്ന് വസന്തമ്മ എപ്പം ഇതുപോലെയാണ് ചെയ്യാറ്. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എണ്ണയിൽ ആദ്യം ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ റോസ്റ്റിന്. കറിവേപ്പില ഞാനപ്പം ഇതുപോലെ തണ്ടോടെ പൊട്ടിക്കലാന്ന് പതിവ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് കറിവേപ്പില നന്നായിട്ട് തേക്കും, അതായത് തളിർക്കുന്ന ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉള്ളി തക്കാളിയെല്ലാം വഴറ്റി പൊടികളെല്ലാം ചേർത്ത് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണം. അങ്ങനെ നല്ലൊരു റോസ്റ്റ് അങ്ങ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മുട്ടയും കൂടി ഇട്ടാല് മുട്ട റോസ്റ്റ് എന്നും കൂടി ഇല്ലാതെ നമ്മളെ മുട്ട റോസ്റ്റ് സ്ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് സെറ്റായി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ചപ്പാത്തിയെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ചപ്പാത്തിയായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഉടനെ ഇന്നലെ രാത്രി ഫുട്ബോൾ ടൂർണമെന്റിന് പോയിട്ട് വെളുപ്പാങ്കാലത്താണ് വന്ന് കിടന്നത്. ആള് നല്ല ഉറക്കത്തിലാണ് കേട്ടാ. ചപ്പാത്തിയെല്ലാം ചുട്ട് റെഡിയാക്കിയിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട്. അമ്മ ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിട്ട് വിട്ടിട്ടില്ലെങ്കിലും പാക്കിംഗ് ആൻഡ് ഡെലിവറി അത് എന്റെ മാത്രം കുത്തകയാണ്. ചപ്പാത്തിയെല്ലാം ചുട്ട് സെറ്റാക്കി ലോഗുട്ടൈൻ്റെത് കഴിക്കാനും കൊടുത്തിട്ട് ഞാൻ വേഗം വീട്ടിലേക്ക് പോയിട്ടാ. അപ്പതിനും അമ്മ ഉണ്ണിയപ്പം എല്ലാം ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഓരോരോ കാർബോണിന്റെ ബോക്സിലാക്കിയിട്ട് പാക്ക് ചെയ്തു. കുറച്ചെണ്ണം അവർക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞിന്. അത് വേറെ കവറിലും ആക്കി വെച്ചിട്ട് എല്ലാം കൂടി പാക്ക് ചെയ്ത് സ്റ്റിക്കറെല്ലാം ഒട്ടി. കുറെ പേര് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയും മോളും വീട് അടുത്തടുത്താണോന്ന്. അതെ, എന്റെയും അമ്മേന്റെയും വീട് ഒരേ വളത്തിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നും എന്റെ അച്ഛനും അമ്മേനെയും കാണും ചെയ്യാം. അങ്ങനെ സ്റ്റിക്കറിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ലോഗുട്ടനും കൂടി സഹായിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ചധികം ഓർഡർ ഉണ്ടായതുകൊണ്ട് വണ്ടിയിൽ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനാവില്ല. എന്റെ കൂടെ ലോഗുട്ടനും കൂടി വരുന്നുണ്ട് കേട്ടാ സഹായത്തിന്.